എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിന്ന് നമ്മുടെ കൃഷിയിടത്തിലെ തന്നെ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാറുള്ളത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോളിഫ്ലവർ. എനിക്കിവിടെ എൻ്റെ കോളിഫ്ലവറിൽ ആദ്യമായിട്ട് ഉണ്ടായ ഫ്ലവറാണത്. അതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിന്നെ കുറച്ച് തൈ വേറെ നട്ടിട്ടുണ്ട്, അതൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതായി വന്നുള്ളൂ. അപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പച്ചക്കറി തന്നെയാണ് ഇത്, കോളിഫ്ലവർ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ എന്ന് വെച്ചാൽ പുറത്തുനിന്നാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. കാരണം തണുപ്പുള്ള രാജ്യങ്ങളിലും ആണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. നമ്മുടെ ഇവിടെ ബാംഗ്ലൂർ, മൈസൂർ, അങ്ങനെ മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഇത് വളർത്തുന്നുണ്ട്. അപ്പോൾ ഞാനിത് കാണിച്ചത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ ഇത് കൃഷി ചെയ്യണം. ഇതിൻ്റെ തൈ വാങ്ങാൻ കിട്ടും, അതുപോലെ വിത്ത് കിട്ടും. ഞാനിത് വിത്ത് നട്ട് മുളച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ ഉപയോഗം മെയിനായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ നല്ല സുഖമായ രീതിയിൽ നടത്താൻ ഇതിന് പറ്റും. ഇത് നല്ലൊരു ആൻറ്റി ഓക്സൈഡായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പ്രതിരോധശേഷി വളരെ കൂടുതലാണ് ഇത് കഴിച്ചാൽ. ഇത് സാലഡായിട്ടും നമ്മൾ ആവിയിൽ വേവിച്ചും ബജ്ജിയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണിത്. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ മീറ്റ് വിഭവങ്ങൾ ഒഴിവാക്കുമ്പോൾ അതേ രീതിയിലൊക്കെ ഇത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കഴിക്കാനും പറ്റും. കോളിഫ്ലവർ മെയിനായിട്ട് അന്നജമുള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് കഴിച്ചാൽ തന്നെ ശരീരഭാരം കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ല ഒരു സാധനമാണ് ഈ കോളിഫ്ലവർ. അപ്പോൾ നിങ്ങളെല്ലാവരും, ഇതിന് സീസൺ ഉണ്ട്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ സീസൺ. പക്ഷേ ഞാനിത് മനസ്സിലാക്കിയിടത്തോളം എനിക്കെപ്പോഴും ഇത് കിട്ടാറുണ്ട്. ഞാനിത് എല്ലാ സമയവും കൃഷി ചെയ്യും. അത്യാവശ്യം നല്ല വെയിൽ, ഒരു 50% ഷെയ്ഡുള്ളിടത്തൊക്കെ ഇത് നിന്നോളും. പിന്നെ ഓവറായിട്ട് വെള്ളം പാടില്ല. ഇതിന് വെള്ളം നല്ലോണം വാർന്ന് പോകണം. ഇത് ശരിക്കും ക്യാബേജിൻ്റെ ഇനത്തിൽപ്പെട്ടത്, ബ്രൊക്കോളി ആ ഒരു ഇതിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള ഇതാണ് ഇതിനാവശ്യം. പിന്നെ ഇത് ഇപ്പോൾ നമ്മളിവിടെ നടുമ്പോഴത്തേക്കും ഞാൻ സാധാ മണ്ണും മണലും കോക്കോപ്പീറ്റും കൂടി തരുന്ന മിശ്രിതത്തിൽ ഇതിൻ്റെ വിത്ത് പാകി മുളച്ചിട്ട് അവിടെ നിന്ന് പറിച്ച് നട്ടപ്പോൾ ഗ്രോ ബാഗിൽ സാധാ ചെയ്യണ പോലെ തന്നെ കുറച്ച് പച്ചിലകളൊക്കെ താഴ്ത്തിട്ട് പിന്നെ മണ്ണ്, മണൽ, ചാണകം ഇതെല്ലാം ഒരേ അളവിലെടുത്തിട്ട് തൈ നടുകയാണ് ചെയ്തത്. പക്ഷേ നല്ല കരുത്തോടുകൂടെ തന്നെ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് നല്ല രസമായിട്ട്. പക്ഷേ ഇതിപ്പോൾ ആയി വന്നുള്ളൂ കേട്ടോ. ഇത് നല്ലോണം വലിപ്പം വെക്കും. അതിപ്പോൾ എനിക്ക് കാണാൻ പറ്റും. ഇതുണ്ട്. പിന്നെ ഇതിന് പൊതുവേ കീടബാധ വളരെ കുറവാണ്. മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് ഇതിന് നല്ല പ്രതിരോധശേഷി ഉണ്ട്. ഞാനിതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. മറ്റുള്ള പച്ചക്കറികൾക്കൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നല്ലാതെ ഇതിന് മാത്രം അങ്ങനെ പ്രത്യേകിച്ചൊന്നും തെളിച്ചിട്ടില്ല. പിന്നെ ഞാൻ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ വേപ്പിൻ പിണ്ണാക്ക്, കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് വളരെ നേർപ്പിച്ച് ഇതിന് ഒഴിക്കാറുണ്ട്. അതൊക്കെയാണ് ഞാൻ കൊടുക്കണ വളങ്ങൾ. പിന്നെ എല്ലുപൊടി ഒക്കെ നട്ട സമയത്ത് ഇട്ടതാണ്. പിന്നെ ചാണാനും കൂട്ടുവളങ്ങളൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ കോളിഫ്ലവർ. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യണം. ഇപ്പോൾ തണുപ്പ് കഴിഞ്ഞെന്ന് ഓർത്ത് ആരും ചെയ്യാതിരിക്കരുത്. എപ്പോഴും നമ്മൾ കോളിഫ്ലവർ കൃഷി ചെയ്യുക. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും. ഒരു പാതി ഷെയ്ഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ കോളിഫ്ലവർ നന്നായി തന്നെ ഉണ്ടാവും. നമ്മളൊന്ന് നോക്കണം കേട്ടോ. ഇത് നട്ടുകൊണ്ട് പോകുന്ന കാര്യമില്ല. ഇതൊന്ന് നോക്കിയിട്ട് ഇതാവേണമെങ്കിൽ നല്ലോണം ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ സാധാ ഞാൻ ഒരു ചെറിയ ഗ്രോ ബാഗിലാണ് ഇത് നട്ടേക്കണത്. ഇച്ചിരി വെട്ടം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല രസമായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തൈകളുണ്ട്. നമുക്കിതെല്ലാം എല്ലാവരും ഇപ്പോൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്ന് മൂന്നാറിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവരത്യാവശ്യം കെമിക്കലൊക്കെ അടിച്ചിട്ടാണ് വന്നത്. കാരണം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കവറിൽ പൊതിഞ്ഞിട്ടാണല്ലോ ഇരിക്കണത്. ഇത് പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടാക്കി അതിനൊരു ബജ്ജിയൊക്കെ ഉണ്ടാക്കി തിന്നുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും, ഞാൻ വലിയ ബൾക്കായിട്ട് കൃഷി ചെയ്യുന്നവർക്കല്ല, വീട്ടമ്മമാർക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് കാണിക്കണത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യുക. ഇതുപോലെ നമ്മുടെ വീട്ടിലും നമ്മുടെ അടുക്കള തോട്ടത്തിലൊക്കെ ഇതുപോലെ കോളിഫ്ലവറൊക്കെ ഉണ്ടാവും.
അപ്പോൾ ഓക്കെ, നിങ്ങൾ യൂട്യൂബിലാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ഫേസ്ബുക്കിലും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു.